ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് അശ്വതിയുടെ വീടാണ്. ജയേഷിനെയും അമ്മയെയും അകത്തേക്ക് സ്വീകരിച്ചിരുത്തുകയാണ് വനജ. തുടർന്ന് ജയേഷിൻ്റെ അമ്മ പറയുകയാണ്, മോളോട് ഇവൻ ചെയ്ത എല്ലാ തെറ്റുകളും ഇവൻ എന്നോട് ഏറ്റു പറഞ്ഞതാണ്. മോള് ഇവൻ ചെയ്ത എല്ലാ തെറ്റിനും ഇവനോട് ക്ഷമിക്കണം. ഇത് കേൾക്കുന്ന വനജ പറയുകയാണ്, അയ്യോ രത്നമ്മ എന്തിനാ അവളോട് മാപ്പൊക്കെ ചോദിക്കുന്നത്? ഈ കാലത്ത് ആർക്കാ തെറ്റ് പറ്റാത്തത്? അതല്ല വനജേച്ചി, ഒരു കുടുംബം പോലെ നിൽക്കുന്നവരല്ലേ നമ്മളിപ്പോൾ. അപ്പോൾ ഇവരുടെ ഇടയിൽ ഒരു പിണക്കങ്ങളും ഒന്നും തന്നെ വരാൻ പാടില്ലല്ലോ. അതാ ഞാൻ പറഞ്ഞത്. ഞാനെല്ലാം തുറന്നു പറയുന്ന കൂട്ടത്തിലാ. എൻ്റെ ജയേഷിനെ അശ്വതി എന്നാൽ ജീവനാണ്. ഇത് കേൾക്കുന്ന അശ്വതി ദേഷ്യത്തോടെ നിൽക്കുകയാണ്. തുടർന്ന് ജയേഷിൻ്റെ അമ്മ പറയുകയാണ്, ഞങ്ങൾ വന്നത് മറ്റൊരു കാര്യത്തിനും കൂടിയാ. ജയേഷിന് വേണ്ടി അശ്വതിയെ തരുമോ എന്ന് ചോദിക്കാൻ കൂടിയാ ഞങ്ങൾ വന്നത്. വളരെ ലളിതമായ ഒരു ചടങ്ങ് മതി. ക്ഷേത്രത്തിൽ വെച്ച് ഒരു താലികെട്ട്. ഞാനും വീട്ടിൽ ഒറ്റയ്ക്കേ ഉള്ളൂ. അശ്വതിയും മോളും കൂടി ആയാൽ വീടൊന്ന് ഉഷാറാകും. അതുകൊണ്ട് കല്യാണം ഇനി വൈകിപ്പിക്കണ്ടെന്നാ എനിക്ക് പറയാനുള്ളത്. ഇത് കേൾക്കുന്ന അശ്വതി ദേഷ്യത്തോടെ ജയേഷിനെയും വനജയെയും നോക്കുകയാണ്. അല്ല, ഞാൻ ഇത്രയൊക്കെ പറഞ്ഞിട്ടും അശ്വതി ഇതുവരെ ഒന്നും പറഞ്ഞില്ലല്ലോ. അവൾ എന്ത് പറയാനാ? അവളെയും കുഞ്ഞിനെയും നോക്കാൻ നല്ലൊരാളെ കിട്ടിയാൽ അവൾക്കത് അത്രയും സന്തോഷമല്ലേ? അല്ലെങ്കിൽ തന്നെ ജയേഷിന് എന്താ ഒരു കുറവ്? പിന്നെ ഒരു കുട്ടിയുള്ള പെണ്ണിനെ സ്വീകരിക്കാനുള്ള സന്മനസ്സും ജയേഷിനുണ്ടല്ലോ. ഇതിൽ കൂടുതൽ എന്ത് വേണമെന്ന് വനജ പറയുമ്പോൾ ദേഷ്യത്തോടെ നിൽക്കുകയാണ് അശ്വതി. തുടർന്ന് ജയേഷ് പറയുകയാണ്, അമ്മേ എനിക്ക് അശ്വതിയെ മാത്രം മതി, അല്ലാതെ സ്ത്രീധനമൊന്നും എനിക്ക് വേണ്ട. അന്ന് അശ്വതിയെ ഞാൻ തട്ടിക്കൊണ്ടു പോയിരുന്നല്ലോ. സത്യം പറഞ്ഞാൽ അശ്വതി എന്നെ നിഷേധിച്ചപ്പോൾ എനിക്കുണ്ടായ വിഷമം കാരണം അങ്ങനെ ചെയ്തു പോയതാണ്. അശ്വതിയെ കൊണ്ടുപോയി മാറ്റി നിർത്തി അശ്വതിയുടെ മനസ്സ് മാറിയതിനു ശേഷം വിവാഹം കഴിക്കാം എന്നാണ് ഞാൻ കരുതിയിരുന്നത്. അന്ന് അരുൺ എന്ന് പറയുന്ന ഒരുത്തന കാര്യങ്ങളെല്ലാം ഇത്രയും വഷളാക്കിയത്. അശ്വതി ഐജിയോടൊന്ന് സംസാരിക്കണം. ആ സമയത്ത് അറിയാതെ എന്നെ കുറ്റക്കാരനാക്കിയതാണെന്നും അശ്വതി തന്നെ ഒന്ന് പറയണം. അങ്ങനെ അശ്വതി ഐജിയോട് സംസാരിക്കുകയാണെങ്കിൽ എൻ്റെ സസ്പെൻഷൻ പിൻവലിക്കും. അതിന്റെ പിറ്റേന്ന് തന്നെ നമുക്ക് വിവാഹം ചെയ്യാം. അങ്ങനെ നമുക്ക് തീരുമാനിക്കാം അല്ലേ അമ്മയെന്ന് ജയേഷ് ചോദിക്കുമ്പോൾ വനജ പറയുകയാണ്, അതിനെന്താ, അശ്വതി വന്ന് ഐജിയോട് സംസാരിക്കും. മോന്റെ ജോലി തിരികെ കിട്ടുകയും ചെയ്യും. മോനൊരു ജോലി ഉണ്ടെങ്കിലല്ലേ ഇവൾക്കും കുഞ്ഞിനും സുഖമായി കഴിയാൻ സാധിക്കൂ. ഇത് കേൾക്കുന്ന ജയേഷിന്റെ അമ്മ പറയുകയാണ്, അപ്പോൾ പിന്നെ എല്ലാ കാര്യങ്ങൾക്കും തീരുമാനമായല്ലോ. ഉടൻ തന്നെ നമുക്ക് വിവാഹം നടത്താമെന്ന് വനജ പറയുമ്പോൾ അശ്വതി ദേഷ്യത്തോടെ വനജയെ നോക്കുകയാണ്. ഇത് കാണുന്ന ജയേഷിന്റെ അമ്മ പറയുകയാണ്, അല്ല അശ്വതി ഇതുവരെ ഒന്നും പറഞ്ഞില്ലല്ലോ. മോളുടെ അഭിപ്രായം പറ. അതെന്തിനാ അവളോട് ചോദിക്കുന്നത്? അവൾക്ക് സമ്മതം തന്നെയാണെന്ന് വനജ പറയുമ്പോൾ അശ്വതി ദേഷ്യത്തോടെ ചോദിക്കുകയാണ്, അല്ല ആരാ പറഞ്ഞത് സമ്മതമാണെന്ന്? അശ്വതി, ഞാൻ നിന്റെ അമ്മയാണെന്ന് വനജ പറയുമ്പോൾ അശ്വതി പറയുകയാണ്, അതെ ഇതെന്റെ ജീവിതമാ. എന്റെ കുഞ്ഞിനെ ബാധിക്കുന്ന കാര്യം, ഇക്കാര്യത്തിലെ ആരുടെയും തീരുമാനം എനിക്കറിയണ്ട. എന്റെയും മോളുടെയും ജീവിതം എങ്ങനെ വേണമെന്ന് തൽക്കാലം ഞങ്ങൾക്കറിയാം. അത് ആരും ഇപ്പോൾ തീരുമാനിക്കേണ്ട ഒരു ആവശ്യവുമില്ല. ഇത്രയും പറഞ്ഞുകൊണ്ട് അശ്വതി ശ്രീകുട്ടിയെ കൊണ്ട് അകത്തേക്ക് പോകുമ്പോൾ ജയേഷിന്റെ അമ്മ ചോദിക്കുകയാണ്, അല്ല ഇവിടെ ആരെന്തു പറഞ്ഞിട്ടാ ഇവളിപ്പോ ഇങ്ങനെയൊക്കെ സംസാരിച്ചത്? ഞാനും ചില കാര്യങ്ങളെല്ലാം അറിയുന്നുണ്ട്. ഇവളെ ചതിച്ച ആ അരുൺ വീണ്ടും സംബന്ധക്കാരനായിട്ട് ഇങ്ങോട്ടേക്ക് വരുന്നുണ്ടല്ലേ? അത് അവൻ കുഞ്ഞിനെ കാണാൻ വരുന്നതാ. ഇനി ഇങ്ങോട്ടേക്ക് വരരുതെന്ന് താക്കീത് കൊടുത്തിട്ടാ ഞാൻ വിട്ടത്. പിന്നെ അവൻ ഇങ്ങോട്ടേക്ക് വന്നിട്ടില്ല. ഇനിയോട്ട് വരാൻ ഞാൻ സമ്മതിക്കുകയുമില്ല. ഇത് കേൾക്കുന്ന ജയേഷ് പറയുകയാണ്, അതെ ജീവിതത്തിൽ രക്ഷപ്പെടണമെന്നുണ്ടെങ്കിലേ ഞാൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം സമ്മതിക്കാൻ മോളോട് പറഞ്ഞേക്ക്. എന്റെ ജയേഷേ, ഞാൻ അവളെ കാര്യങ്ങളെല്ലാം സാവധാനം പറഞ്ഞ് മനസ്സിലാക്കാം. നമ്മൾ പറഞ്ഞതുപോലെ വിവാഹം നടത്തുകയും ചെയ്യാം. ഈ വിവാഹം എന്താണെങ്കിലും ഞാൻ നടത്തിയിരിക്കും. ഇത് വനജയുടെ വാക്കാണ്. ഇല്ലെങ്കിൽ പിന്നെ വനജ ജീവനോടെ ഉണ്ടാകില്ല. ഇത് കേൾക്കുന്ന ജയേഷും ദേഷ്യത്തോടെ അവിടെ നിന്ന് പോവുകയാണ്. പിന്നീട് കാണിക്കുന്നത് തന്റെ മുറിയിൽ ചെന്ന് കരഞ്ഞുകൊണ്ടിരിക്കുന്ന അശ്വതിയാണ്. അതേസമയം വനജ അങ്ങോട്ടേക്ക് വരികയാണ്. ഈ കണ്ണുനീരിലൊന്നും ഞാൻ വീഴാനേ പോകുന്നില്ല. എന്താണെങ്കിലും ആ ജയേഷുമായിട്ടുള്ള നിന്റെ വിവാഹം ഞാൻ ഉറപ്പിച്ചതാ. അത് ഞാൻ നടത്തിയിരിക്കുമെന്നും വനജ പറയുന്നു. തുടർന്ന് വനജ ശ്രീകുട്ടിയോട് പറയുകയാണ്, ഇപ്പൊ വന്നില്ലേ ഒരു അങ്കിള്, ആ അങ്കിളിനെയാണ് മോൾ ഇനി മുതൽ അച്ഛ എന്ന് വിളിക്കാൻ പോകുന്നത്. കേൾക്കുന്ന ശ്രീകുട്ടി പറയുകയാണ്, ആര്? ആ എസ് ഐ ജയേഷോ? എന്നെയും എൻ്റെ അമ്മയും ഒരുപാട് ദ്രോഹിച്ചതാ അയാള്. എനിക്ക് പേടിയാ. ഇനി അയാള് ഇങ്ങോട്ടേക്ക് വരരുതെന്ന് മുത്തശ്ശി അയാളോട് പറയണം. അങ്ങനെയല്ല മോളെ കാര്യങ്ങള്. മോളുടെ അമ്മയെ അയാളാണ് വിവാഹം കഴിക്കാൻ പോകുന്നത്. അധികം വൈകാതെ അതെന്താണെങ്കിലും നടന്നിരിക്കും. ഇത് കേൾക്കുന്ന ശ്രീകുട്ടി പറയുകയാണ്, എന്നാ മുത്തശ്ശി ഞാനൊരു ഐഡിയ പറയട്ടെ. നമ്മുടെ അരുൺ അങ്കിളില്ലേ, അങ്കിളിനെ കൊണ്ട് അമ്മയെ വിവാഹം കഴിപ്പിച്ചാലോ? അങ്കിളെ നല്ല പാവമാ. ഞാൻ അങ്കിളിനെ അച്ചാ എന്ന് വിളിച്ചോളാം. ഇനി എന്താണെങ്കിലും അരുൺ അങ്കിളിനെ കാണുമ്പോൾ ഞാൻ ഈ കാര്യം പറയാമെന്ന് ശ്രീകുട്ടി പറയുമ്പോൾ അവിടെ നിന്ന് വിഷമത്തോടെ പോവുകയാണ് അശ്വതി. പിന്നീട് കാണിക്കുന്നത് ആനന്ദ നിലയമാണ്. അഖിലും ശ്യാമയും കൂടി താഴേക്ക് വരുമ്പോൾ വസുന്ധര ചോദിക്കുകയാണ്, അല്ല നിങ്ങള് എങ്ങോട്ടേക്കാ പോകുന്നത്? അത് പിന്നമ്മേ ഡോക്ടർ പറഞ്ഞിരുന്നു നടക്കുന്നത് നല്ലതാണെന്ന്. അതുകൊണ്ട് ഞാനും അഖിൽ സാറും കൂടി ഒന്ന് നടക്കാൻ ഇറങ്ങിയതാണെന്ന് ശ്യാമ പറയുന്നു.
ഇത് കേൾക്കുന്ന ഐശ്വര്യ മനസ്സിൽ പറയുകയാണ്, അരുണിനെ ചുറ്റിക്കാൻ പുതിയൊരു കാര്യം കൂടി കിട്ടിയിട്ടുണ്ട് പറഞ്ഞ് സന്തോഷത്തോടെ മുറിയിലേക്ക് പോവുകയാണ് ഐശ്വര്യ. പിന്നീട് കാണിക്കുന്നത് അശ്വതിയുടെ വീടാണ്. എന്ത് ചെയ്യണമെന്നറിയാതെ വിഷമത്തോടെ അശ്വതി ഇരിക്കുമ്പോഴാണ് അരുൺ അശ്വതിയുടെ ഫോണിലേക്ക് വിളിക്കുന്നത്. അശ്വതിയുടെ ശബ്ദത്തിലെ വ്യത്യാസം കേട്ടിട്ട് അരുൺ ചോദിക്കുകയാണ്, എന്താ അബി, എന്തു പറ്റി? എന്ത് കാര്യമാണെങ്കിലും നിനക്ക് എന്നോട് പറയാം, നിനക്കും മോൾക്കും ഞാനില്ലേ എന്ന് അരുൺ ചോദിക്കുമ്പോൾ അങ്ങോട്ടേക്ക് വരുന്ന ഐശ്വര്യ ബലമായിട്ട് അരുണിന്റെ കയ്യിൽ നിന്നും ഫോൺ വാങ്ങുകയാണ്. തുടർന്ന് അരുൺ ഐശ്വര്യയുടെ കയ്യിൽ നിന്നും ഫോൺ വാങ്ങാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ഐശ്വര്യ ആ ഫോണുമായി നേരെ വസുന്ധരയുടെ അടുത്തേക്ക് ചെല്ലുകയാണ്. അവിടെ വെച്ച് അരുൺ ഐശ്വര്യയുടെ കയ്യിൽ നിന്നും ബലമായി ഫോൺ വാങ്ങുകയാണ്. അതേസമയം ഐശ്വര്യ അരുണിന്റെ കയ്യിൽ നിന്നും ഫോൺ വാങ്ങാൻ ശ്രമിക്കുമ്പോൾ വസുന്ധര പറയുകയാണ്, എന്താ ഐശ്വര്യ നീ കാണിക്കുന്നത്? ഈ സമയത്ത് ഇങ്ങനെയൊന്നും ചെയ്യാനൊന്നും പാടില്ല. ഇത് കേൾക്കുന്ന ഐശ്വര്യ ദേഷ്യത്തോടെ പറയുകയാണ്, എന്നാലേ അമ്മയുടെ മോനെ നിയന്ത്രിക്കണമായിരുന്നു. ഇത് കേൾക്കുന്ന വസുന്ധര ഞെട്ടലോടെ ഐശ്വര്യയെ നോക്കുകയാണ്. ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക നയൻസ് ക്രിയേഷൻസ്.